ഇവിടെ മുന്നോട്ട് പോവുകയാണ്. യാതൊരു പ്രകോപനവുമില്ലാതെ ഇവിടെ നിരാഹാര സത്യാഗ്രഹം നടത്തിയ എൽദോസ് കുന്നപ്പള്ളി MLAയും മാത്യു കൊല്ലനാട് MLAയും ഈ പന്തലിരിക്കുമ്പോഴാണ് പോലീസ് ഭീകരമായ മർദ്ദനം അഴിച്ചുവിട്ടത്. കതറിട്ട മുഴുവൻ പ്രവർത്തകരെയും അടിച്ചു. നിരവധി ആളുകൾ ആശുപത്രിയിലാണ്. മാത്യു കൊല്ലനാട് MLA അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് ഷിയാസ് ഞങ്ങളുടെ DCC പ്രസിഡന്റാണ്. അദ്ദേഹത്തെ വലിച്ചിഴച്ചു കൊണ്ടുപോയി സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നു. ഇത്ര പ്രകോപനപരമായ എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ആന ചവിട്ടി ഒരു സ്ത്രീ കൊല്ലപ്പെട്ടപ്പോൾ അതിൽ വികാരഭരിതരായ ജനങ്ങളും പ്രവർത്തകരും പ്രതിഷേധിക്കുന്നത് സ്വാഭാവികമല്ലേ? പുൽപ്പള്ളിയിലും ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ പ്രതിഷേധിച്ചു. അവിടെയും പോലീസ് എടുത്തത് ഈ നിലപാടാണ്. ഇത്ര ഭീകരമായി ഞങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിക്കേണ്ട എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? ഇത് കിരാതമായ നടപടിയാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. ഇവിടെ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നത് ഫാസിസമാണ്. ഈ നടപടി അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങളുടെ MLAയും DCC പ്രസിഡന്റിനെയും അകാരണമായി വലിച്ചിഴച്ചു കൊണ്ടുപോയ നടപടി. ഞങ്ങളുടെ പ്രവർത്തകരെ കതറിട്ട മുഴുവൻ പേരെ അടിച്ചു. ഞങ്ങളിവിടെ വരുമ്പം എൽദോസ് കുന്നപ്പള്ളി മാത്രമല്ല, ഞാനും ഡീൻ കുര്യാക്കോസും CP മാത്യു, റോയ്ക്കെ പോലും ഞങ്ങളവിടെ ആ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പം ഇവിടെ എൽദോസ് മാത്രമാണുള്ളത്. എല്ലാവരെയും അടിച്ച് ആശുപത്രിയിലാക്കി. ഞങ്ങളിവിടെ വന്ന് ഇവിടെ ഇരുന്നപ്പോഴാണ് ഈ ആളുകളെല്ലാം ഇവിടെ കൂടിയത്. ഇതിനെന്ത് ന്യായീകരണമാണുള്ളത്? പോലീസിന് എന്താ പറയാനുള്ളത്? ഇത്രയും വലിയൊരു ഭീകരമായൊരു സ്ത്രീയെ ആന ചവിട്ടിക്കൊന്നിട്ട് ഫോറസ്റ്റിന് മിണ്ടാട്ടമില്ല, സർക്കാരിന് മിണ്ടാട്ടമില്ല. ആരും ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. 2 മന്ത്രിമാരിവിടെ വന്നു പോയിട്ട് മന്ത്രിമാർ സമരം ചെയ്തവരെ വിമർശിക്കുകയാണ് ഉണ്ടായത്. വാസ്തവത്തിൽ ഇത് കേരളത്തിലെ ജനങ്ങൾ കാണണം, എന്താണ് ഇവിടെ നടക്കുന്നത്. വയനാട്ടിൽ ഇതുപോലെ എത്രയോ ആളുകളെ ആന ചവിട്ടിക്കൊന്നു, പുലി കടിച്ചു തിന്നു. ഇവിടെയും അതല്ലേ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഡീൻ കുര്യാക്കോസ് MP ഇതിൽ പ്രതിഷേധിച്ചാണ് സമരം ചെയ്തത്. ഈ നാട്ടിൽ മലയോരത്തിനടുത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിൽ പ്രതിഷേധിക്കുന്നവരെ പോലീസ് അടിച്ച് ഭീകരമായി മർദ്ദിച്ച് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും അടിച്ചമർത്താമെന്ന് കരുതുന്നതെങ്കിൽ അത് നടക്കില്ല. ശക്തമായി തന്നെ പ്രതികരിക്കും. നാളെ കോതമംഗലം ടൗണിൽ ഇന്നിപ്പം 1:30 വൻപിച്ച പ്രതിഷേധവും പ്രകടനവും നടക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള നേതാക്കൾ അതിൽ പങ്കെടുക്കും. ഈ ജനങ്ങളുടെ വികാരം മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. അതിനെല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താമെന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഒരു തെറ്റായ ധാരണയാണ്. അതൊന്നും നടക്കില്ല. ഇത് കേരളമാണ് എന്നവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.